ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഗ്രീൻ കളറിൽ, അതായത് എമറാൾഡ് കളറിൽ കാണുന്ന ഈ ഒരു മുട്ടയുണ്ടല്ലോ, ഇത് എമു പക്ഷിയുടെ മുട്ടയാണ് കേട്ടോ. ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത് ഈ എമു പക്ഷിയാണ്. അതേപോലെ തന്നെ എമു പക്ഷികൾ കൂട് കെട്ടുന്നത് ശീതകാലത്താണ്. അത് മുട്ടയിടാൻ വേണ്ടിയിട്ട് കൂടുണ്ടാക്കുകയും മുട്ടയിടുകയും ചെയ്യുന്നത് അടക്കമുള്ള ഏകദേശം 5 മാസക്കാലം ഈ ഇണകൾ ഒന്നിച്ച് കഴിയും. അപ്പോൾ ഈ 2 to 4 ദിവസത്തെ ഇടവേളകളിലായിട്ട് 5 മുതൽ 15 മുട്ടകൾ വരെ ഈ ഒരു എമു പക്ഷി ഇടും. ആദ്യം മുട്ടകൾക്ക് നീലയും പച്ചയും ചേർന്ന് കടുത്ത നിറമായിരിക്കും. പിന്നെ നമുക്ക് സൂര്യപ്രകാശമൊക്കെ തട്ടുമ്പോൾ ഈ ഒരു കളറ് ചേഞ്ച് ആവും. പിന്നെ അടയിരിക്കുന്നത് ആൺപക്ഷിയാണ്. വെള്ളമോ ആഹാരം ഒന്നും കഴിക്കാതെ 55 ദിവസം കൂടുവിടാതെ മുട്ടയ്ക്ക് അടയിരിക്കും. നമ്മൾ ഈ 12 കോഴിമുട്ട കഴിക്കുന്നതിന് തുല്യമാണ് കേട്ടോ ഈ ഒരു എമുവിൻ്റെ മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എമറാൾഡ് കളറിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് കോഴിമുട്ടൻ്റെയും അതുപോലെ താറാമുട്ടൻ്റെയും ഒക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇത് ഡെലീഷ്യസ് ആണ്, നല്ല ന്യൂട്രീഷ്യസ് ആണ്. മുട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോട്ടീൻ റിച്ച് ആണിത്. അപ്പോൾ കോഴിമുട്ടനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഗുഡ് കൊളസ്ട്രോൾ കൂടുതലും അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കുറവുമാണ് കാണുന്നത്. ഇതിൻ്റെ റേറ്റ് 1500 രൂപയാണ് കേട്ടോ പറഞ്ഞത്. ഇത് സാധാരണ കോഴിമുട്ട നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പുഴുങ്ങിയിട്ട് ഉപയോഗിക്കാം. പുഴുങ്ങുമ്പോൾ 45 മിനിറ്റ് സമയം വേണ്ടി വരുന്നുണ്ട്. നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇത് പുഴുങ്ങി കഴിയുമ്പോൾ നല്ലൊരു ബ്ലൂ കളറിലായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുട്ട പോയിട്ട് പച്ച പോയിട്ട് ബ്ലൂ കളറായി മാറുന്നുണ്ട്. എമുവിൻ്റെ ഈ ഒരു മുട്ടയുണ്ടല്ലോ, ഇത് ഏകദേശം 1.5 കിലോ വെയിറ്റ് വരുന്നുണ്ട്. കോഴിമുട്ടയെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മഞ്ഞക്കരു കൂടുതലും വെള്ളക്കരു വളരെ കുറവുമാണ്. അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു വെയിറ്റും നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. ഏകദേശം ഒരു താറാവിൻ്റെയും കോഴിൻ്റെയും മുട്ടൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ബൈ ബൈ.